രാജു പി നായർ, ഇവിടെ എന്തോ ഒരു മുഴുത്ത സവാള എടുത്ത് പോക്കറ്റിലിട്ട് ആ ചൂടിനെ ചെറുക്കാം എന്നൊക്കെ ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴേ ഇങ്ങനെയാണോ അതോ കണ്ടം മാറിയപ്പോൾ അങ്ങനെ പോയതാണോ? പോട്ടെ, അത് ഉള്ളി പോക്കറ്റിലിട്ടാലും ഇല്ലെങ്കിലും ഇവിടെ ഇതിലെ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം മഴ പെയ്ത് വെള്ളം വന്ന് ഡാം നിറഞ്ഞ് അത്യാവശ്യ ഉപഭോഗത്തിനുള്ള വൈദ്യുതി ഉണ്ടാകുന്നത് വരെ പീക്ക് ലോഡ് മാനേജ്മെന്റ് ആണെങ്കിലും ലോഡ് ഷെഡിംഗ് ആണെങ്കിലും ഇതുണ്ടാവും, തുടരും. അതാണ് അതിനർത്ഥം. കാര്യം അവിടെ പവർ എക്സ്ചേഞ്ച് കറണ്ടൊന്നുമില്ല. രാജു പി നായർ, അല്ല, ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ നിന്ന് BJP ചേർന്നപ്പോൾ കിട്ടിയ പുതിയ മണ്ടത്തരമാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ അതിനേക്കാൾ ആകുലപ്പെടേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷം പരിസ്ഥിതി തീവ്രവാദികൾ എന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇടതുപക്ഷം ജ്യോതിരാദിത്യ സിന്ധ്യയിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇടതുപക്ഷം എന്ന് വിശേഷിക്കപ്പെടുന്നവർ അവരിടതുപക്ഷമൊന്നും അല്ല. അതുകൊണ്ടാണ് ജയരാജൻ അങ്ങനെ പറയാൻ. ഒരു ഇടതുപക്ഷക്കാരനും ഒരു കമ്മ്യൂണിസ്റ്റിനും പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്നവരെ പരിസ്ഥിതി തീവ്രവാദികൾ എന്ന് വിളിക്കാൻ കഴിയില്ല. അത് തീവ്ര വലതുപക്ഷമായിട്ട് ഈ ഇദ്ദേഹമൊക്കെ മാറിയതിന്റെ ഒരു പ്രശ്നമാണ്. അത് ഞാൻ എന്തായാലും പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രയോഗിച്ച ഇത് തെറ്റാണ്. ലാനിനോ അല്ല ഇവിടുത്തെ പ്രശ്നം. ലാനിനോ മൺസൂൺ അധികമാവുന്നതാണ്, അല്ലെങ്കിൽ മഴ കൂടുതലാണ്. ഇവിടെ എൽനിനോ ആണ് പ്രശ്നം. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങൊക്കെ ഈ അഭിപ്രായങ്ങൾ ഈ ഇടതുപക്ഷത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരൊക്കെയാണല്ലോ നിരീക്ഷകർ, കൊടുക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പഠിച്ചു വേണം പറയാൻ. ലാനിന അല്ല പ്രശ്നം, എൽനിനോ ആണ് വരൾച്ച ഉണ്ടാക്കുന്നത്. ആദ്യം അതങ്ങ് മനസ്സിലാക്കുക. ചിലപ്പോൾ അദ്ദേഹത്തെ തെറ്റിതാവും. പക്ഷേ ബാലാനന്ദൻ സഖാവിനെയും പിണറായി വിജയൻ ലാബിൽ പ്രതിപക്ഷത്തിന്റെ ദുരാരോപണം ഉണ്ടായി, അല്ല പ്രതിപക്ഷത്തിന്റെ ദുരാരോപണം പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നു. ബാലാനന്ദൻ സഖാവിനെ കൂട്ടുപിടിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു വാക്ചാതുര്യ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിംഗ് സ്കില്ലിനെ ഞാൻ നമിക്കുകയാണ്. കാരണം ബാലാനന്ദൻ സഖാവാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചത് പിണറായി വിജയൻ നടത്തിയത് തീവട്ടിക്കൊള്ളയാണെന്ന് എഴുതി വെച്ചത്. അങ്ങനെയാ മനസ്സിലായില്ലേ എന്താ പറഞ്ഞത്? ഈ മാറ്റേണ്ട ഇല്ലാത്ത റീഫർബിഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെഷീനുകൾ 100 കോടിക്ക് താഴെ തീർക്കാവുന്ന പദ്ധതി ഇത്തരത്തിൽ പുറത്തു കൊടുത്തുകൊണ്ട് വലിയ കൊള്ള നടത്തി എന്നുള്ളതിന്റെ സൂചനകൾ മുഴുവൻ കൊടുത്തത് ബാലാനന്ദൻ സഖാവിന്റെ റിപ്പോർട്ടാണ്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ലാവ്ലിൻ ആരോപണത്തിനെ ഡിഫെൻഡ് ചെയ്യണമെങ്കിലുള്ള ചർമ്മബലം കുറച്ചൊന്നും പോരാ. അതവിടെ നിൽക്കട്ടെ. പിന്നെ ശ്രീ സുരേഷ് കുമാർ ഇവിടെ പറയുന്നത് 465 മെഗാവാട്ടിന്റെ പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. ശരിയാണ്, 465 മെഗാവാട്ടിന്റെ പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ആ കരാർ റദ്ദ് ചെയ്തത്? 5000 ചില്ലാനും മെഗാവാട്ട് ആവശ്യമാണ്. 5000 ചില്ലാനും മെഗാവാട്ട് ആവശ്യത്തിന് ബാക്കിയുള്ള 2000 ചില്ലാനും മെഗാവാട്ട് നമ്മുടെ ഉത്പാദനം കഴിച്ചിട്ട് എത്രയും എനിക്ക് ഫിഗർ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അത്രയും മെഗാവാട്ട് ഒരുമിച്ച് ഒരാൾ തന്നാൽ മാത്രമേ ഞങ്ങൾ മേടിക്കൂ എന്നാണോ നയം? അങ്ങനെയാണെങ്കിൽ ആ നയമാണ് വികലം. 465 രൂപയുടെ അദ്ദേഹം തന്നെ പറയുകയാണ് നമുക്ക് ജലവൈദ്യുതി പദ്ധതികളിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിനകത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന കറണ്ട് കൊണ്ടോ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല, നമ്മുടെ ആവശ്യങ്ങൾ തികയില്ല. രാജു അങ്ങയുടെ സമയം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറയും. ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറയും. സുരേഷ് കുമാർ ചെറിയ ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ ചെറിയൊരു ക്ലാരിറ്റി വരുത്താനാണ്. ഒരു ചെറിയ ക്ലാരിറ്റി ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് 10 മാങ്ങ ആവശ്യമുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു. നമുക്ക് ആകെ 10 മാങ്ങ ആവശ്യമുണ്ട് എന്ന് കണക്കാക്കുന്നു. നമ്മളെ കയ്യിൽ 7 മാങ്ങ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 മാങ്ങ കൂടി വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അങ്ങനെ 10 മാങ്ങ ആക്കി നിർത്തും. റദ്ദാക്കിയ 2 മാങ്ങ നമുക്ക് അതിനിടയ്ക്ക് കയ്യിൽ കിട്ടി. അതും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ നമ്മളെ കയ്യിൽ ഉള്ളത് 7 മാങ്ങയ്ക്ക് പകരം 9 മാങ്ങയാവും. നമ്മൾ എന്ത് ചെയ്യും? 1 മാങ്ങയും കൂടി വാങ്ങാനുള്ള ക്രമീകരണം ഉണ്ടാക്കും. അപ്പോഴും നമ്മളെ കയ്യിൽ 10 മാങ്ങ ഉണ്ടാവും. പക്ഷെ ഡിമാൻഡ് 10ന് പകരം 15 ആയാൽ ഈ 5ന്റെ പ്രതിസന്ധി ഈ 2 മാങ്ങ കയ്യിൽ വന്നതുകൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ 465 മെഗാവാട്ട് വൈദ്യുതി കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗുണമൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം 465 മെഗാവാട്ട് ക്യാൻസൽ ചെയ്തതല്ല. 465 മെഗാവാട്ട് ക്യാൻസൽ ചെയ്തത് 2023 3 വർഷം അതില്ലാതെ തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, മാങ്ങാ കച്ചവടം നടത്തുമ്പോൾ ദിവസവും 10 കഴിഞ്ഞിട്ട് 12 പേരോ അല്ലെങ്കിൽ പിന്നെ ഒരു 5 പേര് മാങ്ങ അന്വേഷിച്ച് വരുന്നു എന്ന് കണ്ടാൽ ആ 15 മാങ്ങയായിട്ട് താൻ സോഴ്സ് ചെയ്യുന്നത് കൂട്ടുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അല്ലാണ്ട് 10 മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി എനിക്ക് വേണ്ട എന്ന് പറയുന്നത് നല്ല കച്ചവടം അല്ല. അത്രമാത്രം എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? ഈ 465 നമ്മൾ ഇദ്ദേഹം തന്നെ പറയുകയാണ്, നമ്മൾക്ക് പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്ത്
പുറത്തു നിന്നുള്ള വൈദ്യുതി 4.29-നും 4.6-നും ലഭിക്കാവുന്ന പ്രോജക്റ്റ് എന്തിനു വേണ്ടി നിങ്ങൾ റദ്ദാക്കി? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് എന്താ ചെയ്തത്? അതേ കമ്പനികളിൽ നിന്ന് 12-14 രൂപയ്ക്കും മേടിച്ചു. KSEBിയുടെ റിപ്പോർട്ട് എന്താ? 2123 കോടി രൂപ ആ കരാർ റദ്ദാക്കിയിട്ട് ഉയർന്ന വിലയ്ക്ക് മേടിച്ചുകൊണ്ട് അധിക ബാധ്യത KSEBിക്ക് ഉണ്ടായി ഇല്ലേ? ഇത് എന്ത് പ്ലാനിംഗ് ആണ് ശ്രീ സുരേഷ് കുമാർ? എന്ത് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ കരാർ നിങ്ങൾ റദ്ദാക്കിയത്? അദ്ദേഹം ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ കരാർ റദ്ദാക്കിയതിന് ശേഷം സർക്കാരിന് വീണ്ടും വിചാരം ഉണ്ടായി. വീണ്ടും വിചാരം ഉണ്ടായിട്ട് റദ്ദാക്കിയ കരാർ റദ്ദാക്കൽ ക്യാൻസൽ എപ്പോഴും ഇടപെടല്ലേ? എപ്പോഴും ഇടപെടല്ലേ? അങ്ങ് എപ്പോഴും ഇടപെടല്ലേ? അല്ല, അങ്ങ് എപ്പോഴും ഇടപെടല്ലേ? 1.5 മണിക്കൂറല്ലേ ചർച്ച? സമയം കിട്ടുമല്ലോ. അപ്പൊ പറയാം. അല്ല, ഞാൻ പറയട്ടെ. അപ്പോ നോക്കൂ, ആ കരാർ റദ്ദ് ചെയ്തതിനു ശേഷം പിന്നെ സർക്കാർ വീണ്ടും റദ്ദ് ചെയ്ത തീരുമാനം റദ്ദ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ കമ്പനികൾക്ക് മുഴുവൻ 10 രൂപയ്ക്ക് മേലെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുമ്പോ അത് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘവീക്ഷണം എന്തുകൊണ്ട് പിണറായി വിജയനും ഇല്ലാതെ പോയി? ആര്യാടൻ മുഹമ്മദിന്റെ ദീർഘവീക്ഷണം എന്തുകൊണ്ട് AK ബാലൻ ഇല്ലാതെ പോയി? അതുകൊണ്ടാണല്ലോ 25 വർഷത്തേക്കുള്ള കരാറിൽ ഏർപ്പെട്ടത്, ലോങ് ടേം പ്രോസസ്സ്. അത് നിങ്ങൾ റദ്ദ് ചെയ്തതല്ലേ ഈ 465 മെഗാവാട്ട് നഷ്ടപ്പെട്ടത്? ഇന്ന് 2100 ചില്ലാനും കോടി രൂപ അധികം കൊടുത്ത് മേടിക്കേണ്ടി വന്നതല്ലേ ഇല്ലേ? പിന്നെ അദ്ദേഹം ഞാൻ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. 150 മെഗാവാട്ടിന്റെ അഡീഷൻ പ്രോജക്റ്റ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏറ്റെടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിച്ചില്ല? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറുപടിയില്ല. KSEBിയുടെ ഓഫീസുകളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന പുരപ്പുറ സോളാറിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള, ഇല്ലെങ്കിൽ ഇവിടെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ച പോലെ മീറ്റർ വെച്ച് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് KSEBിക്ക് കഴിയുന്നില്ല? അപ്പൊ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇപ്പോ ഉണ്ടായതെന്താ? കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പവർ ഇത് പുറത്തുനിന്ന് മേടിക്കാൻ നമുക്ക് കഴിയുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടന്നുപോയി. ആ ആവശ്യങ്ങൾ നടന്നുപോയെടുത്ത് ഇന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് പ്ലാൻ ഇല്ലായിരുന്നു. ഒരു ബാക്കപ്പ് പ്ലാനും ഇല്ല. ഇവിടുത്തെ ഇറാൻ യുദ്ധം മാത്രമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് കാലാകാലങ്ങളായിട്ട് കൂടി വരുന്ന KSEBിയുടെ കണക്ഷൻസ്, നമുക്ക് ഏറ്റവും കൂടുതൽ വീടുകൾ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമാണ്. KSEBിയുടെ കണക്ഷൻസ് കൂടുമ്പോൾ KSEBിക്ക് അറിയാൻ പാടില്ലേ? ഇതാ കണക്ഷൻസ് കൂടുന്നു, ലോഡ് കൂടും. അല്ലെങ്കിൽ അവരുടെ കൺസംഷൻ അനുസരിച്ചിട്ടാണല്ലോ ടാരിഫ് ബിൽ പ്ലാൻ തീരുമാനിക്കുന്നത്. പ്ലാൻ മാറി ടാരിഫിന്റെ പ്ലാൻ കൂടുമ്പോ അറിയാൻ പാടില്ലേ കൺസംഷൻ കൂടുന്നു? നിങ്ങൾ 5% എന്ന് പറയുന്നു. 5% ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതല്ല പ്ലാനിങ്. ഹിസ്റ്റോറിക്കലായിട്ട് 5% മാത്രമേ വർധന ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 8% എന്നുള്ളതല്ല. അതിനെ ഓവർ പ്ലാനിംഗ് എന്ന് വിളിച്ചാലും പറ്റിയെന്താണ്? 5 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാങ്ങ നമുക്ക് 50 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. ആ മാങ്ങയുടെ പൈസ ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെ ഇപ്പൊ എൽനിനോ പ്രതിസന്ധി വരുന്നതിനുണ്ടാക്കുന്ന വരൾച്ച പോകാൻ ഉൾപ്പെടെ ഇതെല്ലാം കണ്ടുകൊണ്ട് മുൻകൂട്ടി നമ്മളുടെ ടാർഗറ്റ് തീരുമാനിക്കുന്നതിനാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റിന്റെ ആവശ്യമില്ല, KSEBിയുടെ ആവശ്യമില്ല. കുറെ ഉദ്യോഗസ്ഥർ താഴ്ത്തിരുന്നിട്ട് കിട്ടുന്നത് കൊടുത്താൽ പോരെ? എന്തിനാ ഈ സംവിധാനം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ പരിപൂർണമായ പരാജയം. ആ പരാജയം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ദുരഭിമാനത്തോടു കൂടി ഇന്ന് സർക്കാർ ജനങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. അപ്രഖ്യാതമായ പവർ കട്ടോടുകൂടി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സർക്കാരിന്റെ നയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദുരഭിമാനം കളയണം. CPMന്റെ നേതാക്കന്മാർക്കൊന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെ ഒന്ന് ന്യായീകരിക്കും. ശരി. പക്ഷേ കൂട്ടിയ മാങ്ങാവില്ല. ഇപ്പൊ രാജീവ് പിതാർ പാർട്ടി ആണെങ്കിലും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ എന്താണെങ്കിലും കൂട്ടിയ മാങ്ങാവില്ല ആര് കൊടുക്കണം? അത് നമ്മൾ കൊടുക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.